കൊല്ലത്തെ ആശ്രമ മൈതാനം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കൊല്ലത്തെ ആശ്രമ മൈതാനം. ഈ കൊല്ലം നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വന്ന് സമാധാനമായി ഇരിക്കാനും ഉല്ലസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഈ മൈതാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കൊണ്ടുവന്ന് തള്ളുകയാണ് പലരും ഇവിടെ. കൊല്ലം പൂരം കഴിഞ്ഞ ശേഷം ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടി വന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോഴും കിടക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ. ഇന്ന് രാവിലെ തമിഴ്നാട് BJPയുടെ അധ്യക്ഷൻ കെ അണ്ണാമല ഇവിടെയാണ് വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ നമ്മൾ എങ്ങനെ ഈ ആശ്രമ മൈതാനത്തെ പരിപാലിക്കണം, അവിടെ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾ കണ്ട ആ വീഡിയോ ചിത്രീകരിച്ചത് കൊല്ലത്തെ മാധ്യമപ്രവർത്തകനായ നീരജ് ആശ്രാമമാണ്. നീരജ് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ക്യാമറയിലാണ് ഇത് പതിഞ്ഞത്, ആ ദൃശ്യം പതിഞ്ഞത്. എന്തായിരുന്നു നീരജ് ആ കാഴ്ച? ഞാനിവിടെ ഹെലിപ്പാഡിൽ അത് ചിത്രീകരിക്കാണ്ട് നിൽക്കുമ്പം ആ സ്വീകരണം കഴിഞ്ഞുടനെ വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. വളരെ മനസ്സിന് നമ്മളൊരു പൗരൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് ആ ഷാള് പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറാണ്. പ്രവർത്തകർ ഷാൾ അഴിച്ച് കയ്യിലെടുത്ത് ആ പേപ്പർ നിലത്തിട്ടതാണ്. അപ്പം അദ്ദേഹം ആ സ്വീകരണം കഴിഞ്ഞ് ജസ്റ്റ് അവിടെ നീങ്ങുന്നതിന് മുമ്പ് കുനിഞ്ഞ ആ പേപ്പർ എടുത്ത് അപ്പോഴത്തേക്ക് പ്രവർത്തകരും കൂടെ എടുത്ത് മാറ്റുന്നുണ്ടത്. പക്ഷേ അത് വളരെ സന്തോഷം തോന്നി. അങ്ങനൊരു പൊതുപ്രവർത്തനം അങ്ങനെ ചെയ്യുമ്പം നമുക്കെല്ലാം അതൊരു വളരെ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ആശ്രമ മൈതാനം കൊല്ലത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ തന്നെ വലിയൊരു അസറ്റാണ്. അത്രയും വിസ്തൃതിയുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ളവരും ഇവിടുത്തെ തദ്ദേശ സ്ഥാപനമൊക്കെ വളരെ കെയർലെസ് ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പൂരം, ഒരുപാട് പൊതുപരിപാടികൾക്ക് ഇവിടെ ഇത് റെന്റിന് കൊടുക്കാറുണ്ട്. അപ്പോഴെല്ലാം ഈ നിരോധിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് സ്പൂൺ, പ്ലാസ്റ്റിക് സ്ട്രോ ഉൾപ്പെടെ നിരോധിച്ച സാധനങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുക. അത് ആരും തദ്ദേശ സ്ഥാപനങ്ങൾ അത് നിയന്ത്രിക്കുന്നില്ല. അതിനുശേഷം അത് അവിടുന്ന് പ്ലാസ്റ്റിക് സ്പൂണുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇതൊക്കെ സത്യത്തിൽ വളരെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള പാട്ടിട്ടിട്ട് കാര്യമില്ല. അതിന് വേണ്ടത് പ്രവർത്തനങ്ങൾ നമ്മൾ ആ ഒരു ആത്മാർത്ഥമായിട്ട് ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് ഒരു അർത്ഥം വരുന്നത്. ഈ കൊല്ലം നഗരസഭയുടെ കീഴിലാണെന്ന് തോന്നുന്നത് അല്ലേ? അതെ, അല്ല, കളക്ടർ വകുപ്പിലാണ്. കളക്ടറാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഇങ്ങനെയുള്ള സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ആവുന്ന അതിന്റെ എല്ലാം നിയന്ത്രണം ചെയ്യേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ കത്തിച്ചാലും വലിയ പ്രശ്നം. അതെ, നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉപയോഗിച്ച ശേഷം ഓരോ വസ്തുക്കൾ ഇതിനെ മാലിന്യം എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പേപ്പർ ഇന്ന് അദ്ദേഹം കുനിഞ്ഞെടുത്ത് മാറ്റിയത് പേപ്പറാണ്. അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ ഇട്ടിട്ട് പോയാൽ അത് പേപ്പറല്ലേ എന്ത് പറ്റും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അത് പക്ഷേ അത് കൃത്യമായിട്ട് കൈമാറി അത് റീസൈക്കിൾ ചെയ്യാന്നുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണെന്ന് അങ്ങനെ തോന്നി. അപ്പം നമ്മളെ ഈ ആശ്രമ മൈതാനം എന്ന് പറയുന്നത് ഒരുപാട് പേര് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആശ്രയിക്കുന്ന, മോർണിംഗ് വാക്ക്, പ്രഭാത സവാരി ഉൾപ്പെടെ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പോലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ മാലിന്യങ്ങൾ അവിടെ ഇട്ട് കത്തിക്കും. അത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഒരു പരിപാലനം. അപ്പോൾ അവർ തൂത്തുകൂട്ടി അവിടെ ഈ ഇലയുടെ കൂടെ ഈ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അതിൻ്റെ രോഗകാരണമാകുന്ന പുകയാണ് അതിൽ നിന്ന് പലപ്പോഴും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രഭാത സവാരിക്ക് എത്തുന്നവർ ശ്വസിക്കേണ്ടി വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. കൂടാതെ ഈ പല ഭാഗത്തും മാലിന്യം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു മൈതാനത്തിനെ ഒരു വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് കാണുന്ന പ്രവൃത്തി പല ഭാഗത്തും കാണാം. അതൊക്കെ വളരെ വിഷമകരമാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു മാറ്റത്തിനുള്ള ഒരു ചിന്ത നമ്മൾ ഉണർത്താൻ സാധിക്കും. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. അതെ അതെ, തീർച്ചയായും. ഞാൻ നീരജിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ കണ്ടത്. അതിന് നീരജ് ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. എന്തായിരുന്നു ക്യാപ്ഷൻ? പരിസര ശുചിത്വ ബോധമുള്ള അണ്ണാമലയുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നു. അപ്പോൾ തീർച്ചയായും മറ്റ് പൊതുപ്രവർത്തകരും ഇതൊരു മാതൃകയാക്കണം. അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിലും അതൊക്കെ പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ കൊല്ലക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കൊല്ലം ആശ്രമ മൈതാനം. ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അണ്ണാമലയെ നമുക്ക് പറഞ്ഞു തന്ന മെസ്സേജ് അത് പിന്തുടരാൻ എല്ലാവരും ശ്രമിക്കുക. ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.